കഴിഞ്ഞ സെറ്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമുണ്ട് തീർത്ഥങ്കരനെ കുറിച്ചിട്ട്. ലേണേഴ്സ് ഫ്രണ്ട്ലിയിലെ ഫൗണ്ടേഷൻസ് ഓഫ് ഫിലോസഫിയുടെ ക്ലാസ് പഠിച്ചിട്ടുള്ള ഒരാൾക്ക് പോലും ആ ചോദ്യത്തിന് ഉത്തരം തെറ്റിയിട്ടുണ്ടാവില്ല. കാരണം ഫിലോസഫി അത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സസ്സാണ്. ഫിലോസഫി മാത്രമല്ല, സെറ്റ് പേപ്പർ 1 എല്ലാ ടോപ്പിക്കുകളും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് ലേണേഴ്സ് ഫ്രണ്ട്ലി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഷോർട്ട് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു തീർത്ഥങ്കര എന്നുള്ളത്. അപ്പോൾ ആരാണ് തീർത്ഥങ്കരൻ? ജൈനമതം നമ്മളുടെ ലോകത്തിലെ തന്നെ വളരെ ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു മതമാണ്, ഒരു റിലീജനാണ് ജൈനമതം എന്ന്. അപ്പോൾ ഈ ജൈനമതത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ നോളേജ് അക്വയർ ചെയ്യുന്നൊരു വ്യക്തിയാണ് തീർത്ഥങ്കരാസായിട്ട് മാറുക. അതായത് നമ്മൾ പഠിച്ച് നമ്മൾ ഒരു പരമോന്നത സ്ഥാനത്തേക്ക് എത്തുക എന്നൊക്കെ പറയില്ലേ, ആത്മീയമായിട്ടും പിന്നെ അതേപോലെ തന്നെ പല കാര്യങ്ങളും നമ്മൾ വേൾഡിലുള്ള നമ്മളുടെ ലൗകികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ചിട്ട് സ്പിരിച്വാലിറ്റിയിലേക്ക് ഏറ്റവും കൂടുതൽ അടുത്തെത്തുന്ന വ്യക്തിയാണ് ജൈനമതപ്രകാരം തീർത്ഥങ്കരനായിട്ട് വരുന്നത്. അതായത് ജ്ഞാനോദയം നേടിയൊരു വ്യക്തി, അങ്ങനെയാണ് പറയുന്നത്. ജൈനമതത്തിൽ ജ്ഞാനോദയം നേടിയിട്ടുള്ളൊരു വ്യക്തിയാണ് തീർത്ഥങ്കരൻ എന്ന പദം ഉപയോഗിച്ചിട്ട് പറയുന്നത്. അപ്പോൾ 24 തീർത്ഥങ്കരന്മാരുണ്ട്. ഈ 24 തീർത്ഥങ്കരനിൽ ആദ്യത്തെ തീർത്ഥങ്കരനാണ് ഋഷഭദേവ് എന്ന് പറയുന്ന വ്യക്തി. ലോർഡ് ഋഷഭ എന്ന് പറയും. ഏറ്റവും അവസാനത്തെ തീർത്ഥങ്കരനാണ് മഹാവീരൻ. ഈ 24 ആൾക്കാരുടെയും പേര് ഞാനിവിടെ കൊടുക്കാം. ഓരോ ആൾക്കാർക്കും ഓരോ സിമ്പൽ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഋഷഭനാഥ് ഓക്സാണ്, കാളയാണ് അദ്ദേഹത്തിൻ്റെ സിമ്പലായിട്ട് വരുന്നത്. മഹാവീരൻ്റെത് ലയണാണ്. ഈ 24 തീർത്ഥങ്കരന്മാരിൽ ഒരേയൊരു സ്ത്രീ മാത്രമേ ഉള്ളൂ, മല്ലീനാഥ്. ഓക്കെ, 24 ഒരേ ഒരു സ്ത്രീ. അപ്പോൾ 23 മെയിലും ഒരു സ്ത്രീയുമാണ് തീർത്ഥങ്കരന്മാരിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇനി ശ്വേതാംബരന്മാരെ കുറിച്ചിട്ടും ദിഗംബരന്മാരെ കുറിച്ചിട്ടൊക്കെ പഠിക്കാനുണ്ട്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിൽ പഠിക്കാം.